നടന്നത് ഒരു കാട്ടുകൊള്ളയ്ക്ക് അല്ലെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കലിനുള്ള ഇടപെടലുകളാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ കരുതുന്നത്. കാരണം ഒന്ന്, ഈ പണം നൽകിയെന്നും ആ പണത്തിന് റെസിപ്റ്റ് ലഭിച്ചുമെന്നും പറയുന്ന ആന്റോ അഗസ്റ്റിൻ ഏതെങ്കിലും രീതിയിൽ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു ഏജൻസികൾക്ക് അത് തെളിയിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു തെളിവുകളും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. അങ്ങനെ ഒരു പണം നൽകിയതായി ഇപ്പോഴും അദ്ദേഹത്തിന്റെ വാക്കുകളും പിന്നെ ഈ പറയുന്നത് പോലെ ഒരു ഒപ്പില്ലാത്ത രേഖ, ഒപ്പില്ലാത്ത അല്ലെങ്കിൽ ആരാണ് എങ്ങോട്ടാണ് കാമ്പില്ലാത്തൊരു രേഖ, അത് മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത്. അതും അദ്ദേഹത്തിന്റെ ചാനലിൽ കൂടെ തന്നെ പുറത്തു വിട്ടതുകൊണ്ട് അതിന്റെ വിശ്വാസത്തെ നമുക്ക് ഉറപ്പിക്കാനും കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന 126 കോടി രൂപ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന ആന്റോ അഗസ്റ്റിനും സംഘവും ഒരു കള്ളപ്പണ വെളുപ്പിക്കൽ പരിപാടിയാണോ നടത്തിയത് എന്നുള്ള സംശയമാണ് പ്രധാനമായും വരുന്നത്. ഇനി ഇതിൽ സംസ്ഥാന സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല എന്നുള്ള വാദമാണ് കഴിഞ്ഞ സർക്കാരിന്റെ പ്രതിനിധികളെല്ലാം ഉന്നയിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു പ്രധാനപ്പെട്ട സംശയം, ഈ പറയുന്ന കൊച്ചിയിലെ സ്റ്റേഡിയത്തിന് ഡെപ്പോസിറ്റായി നൽകേണ്ട 5 കോടി രൂപ, അതോടൊപ്പം തന്നെ അന്നത്തെ കായിക മന്ത്രിയായിരുന്ന ഇപ്പോൾ ആരോപണ വിധേയനായിരിക്കുന്ന അബ്ദുറഹ്മാൻ വിദേശത്ത് പോയപ്പോൾ, സ്പെയിനിൽ പോയപ്പോൾ അതിനായി ചെലവഴിച്ച ഏതാണ്ട് 14 ലക്ഷത്തോളം രൂപ, ഇതൊക്കെ സംസ്ഥാനത്തെ ഖജനാവിനുണ്ടായ നഷ്ടമല്ലേ? അപ്പോൾ അതിലൊക്കെ കൃത്യമായ അന്വേഷണവും പരിശോധനയും നടക്കണ്ടേ? അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടിട്ടാണ് GCDയിൽ നിന്ന് ഈ പറയുന്ന ഡെപ്പോസിറ്റ് ഒഴിവാക്കാൻ വേണ്ടിയുള്ള നികുതി, വാടകയല്ല ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ 5 കോടി ഡെപ്പോസിറ്റ് ആണ്. കാരണം അതാണ് ഏറ്റവും ഉയർന്ന തുക. അപ്പോൾ അത് മുഖ്യമന്ത്രി ആയിരുന്ന ആൾ നേരിട്ട് ഇടപെട്ട് ഒഴിവാക്കി കൊടുത്തത് എന്താണ്? അപ്പോൾ ഇതിൽ കായിക മന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രിക്കും പങ്കുണ്ടല്ലോ. അദ്ദേഹമാണ് 2 യോഗങ്ങൾ വിളിച്ചത്. സംസ്ഥാനത്തെ ചീഫ് സെക്രട്ടറി, മന്ത്രിമാർ, ഒപ്പം DGP, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ട് യോഗങ്ങൾ നടത്തിയെന്നേ കേരളത്തിൽ. അപ്പോൾ ഒരു കരാറുമില്ലാതെ, ഒരു രേഖയും ഇല്ലാതെ എങ്ങനെയാണ് ഇത്തരം യോഗങ്ങൾ മുഖ്യമന്ത്രി വിളിച്ചത്? ഈ പറയുന്ന ആന്റോ അഗസ്റ്റിനെ ഉദ്യോഗസ്ഥർ, അതായത് എത്രയോ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടുള്ള ഇവർക്കൊപ്പം കേരളത്തിന്റെ ക്രമസമാധാന പാലനവും അതോടൊപ്പം തന്നെ സിവിൽ അഡ്മിനിസ്ട്രേഷന്റെയും തലപ്പത്തുള്ള ഉദ്യോഗസ്ഥരെയും വിളിച്ചിരുത്തി യോഗം നടത്താൻ ഒരു എളുപ്പമില്ലാതെ ചെയ്തില്ലേ? അതെന്തിനു വേണ്ടിയാണ്? അപ്പോൾ കൃത്യമായ ദല്ലാളാണ് ഈ V. അബ്ദുറഹ്മാൻ എന്ന് നമുക്ക് പറയാൻ കഴിയും. അതോടൊപ്പം തന്നെ ആ ദല്ലാൾ പ്രവർത്തിച്ചത് ആർക്ക് വേണ്ടിയാണെന്നുള്ള ചോദ്യത്തിനും അവിടെ ഉത്തരവുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായും ദുരുപയോഗം ചെയ്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ തന്നെ വ്യക്തമാക്കിയതാണ്. അതായത് ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു സ്വകാര്യ വ്യക്തിക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്തുമ്പോൾ അതിലേതെങ്കിലും രീതിയിലുള്ള ഒരു സർക്കാർ സംവിധാനം അതിന്റെ ഭാഗമാകേണ്ടതില്ല. ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഫിഫയുടെ ചട്ടങ്ങൾ പ്രകാരം എപ്പോഴും ഈ സർക്കാർ സംവിധാനങ്ങൾ ഈ ഫുട്ബോൾ മേഖലയുമായി ബന്ധപ്പെടുന്നതിനെ അവർ വലിയ രീതിയിൽ എതിർക്കുന്നുണ്ട്. നേരത്തെ പാകിസ്ഥാനിലൊക്കെ അവിടുത്തെ സർക്കാരിന്റെ ഇടപെടൽ അവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനിൽ വലിയ രീതിയിലേക്ക് വന്നപ്പോൾ ആ അസോസിയേഷന്റെ തന്നെ രജിസ്ട്രേഷൻ അവർ റദ്ദാക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് കേരളത്തിലെ ഒരു സർക്കാരും ഇവിടുത്തെ ഫുട്ബോൾ അസോസിയേഷനും തമ്മിൽ ഒരു കരാർ ഒപ്പിടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നതും അതിനെ ഫിഫ അംഗീകരിക്കുന്നതും ഫിഫ വിൻഡോയിൽ ലിസ്റ്റ് ചെയ്യപ്പെടേണ്ട മത്സരങ്ങളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വരുന്ന മത്സരങ്ങളോ നടത്താനും ഫിഫ സമ്മതിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാരണം ഇത് നോർമൽ ഫിഫ വിൻഡോയിൽ വരുന്നൊരു മത്സരമല്ലല്ലോ, അതൊരു സൗഹൃദ മത്സരമാണെങ്കിൽ കൂടി അതിനും ഫിഫയുടെ അനുമതി വേണമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ വ്യക്തത എനിക്കില്ല. എന്തായാലും അപ്പോൾ അങ്ങനെ പോലും ഫിഫ പോലും അനുവദിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഈ മത്സരത്തിന്റെ നടത്തിപ്പെന്ന് പറയുന്നത് വരുമ്പോൾ അവിടെ വീണ്ടും സംശയാസ്പദമാണ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ചോദ്യമാണ്, കൃഷ്ണരാജാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 20 ദിവസം മാത്രം പഴക്കമുള്ള ഒരു കമ്പനി, ആ കമ്പനിയെ പറ്റി പശ്ചാത്തല പരിശോധന നടത്തിയില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥർ ഇതിനുവേണ്ടി എന്തെങ്കിലും രീതിയിലുള്ള നടപടിക്രമങ്ങൾ നടത്തിയതായി നമുക്കറിയില്ല. അപ്പോൾ മന്ത്രിയുടെ നേരിട്ടുള്ള ഉത്തരവാദിത്വം അവിടെയുണ്ട്. മന്ത്രി തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകളെല്ലാം നടത്തുന്നത്. പിന്നീട് ഈ ഓഫീസിലേക്ക് പ്രപ്പോസൽ വരുമ്പോൾ നടപടിക്രമങ്ങൾ സ്വാഭാവികമായും ഇപ്പോൾ മുഖ്യമന്ത്രിയാണെങ്കിലും സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രിയാണെങ്കിലും ശരി, ഏതെങ്കിലും ഒരു ഏത് തരത്തിലുള്ള ഇടപെടലുകളായാലും ശരി, സാമ്പത്തിക ക്രയവിക്രയങ്ങളാണെങ്കിലും ശരി, ഇനി ബിസിനസ്സുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇൻവെസ്റ്റുമായി ബന്ധപ്പെട്ട എന്ത് നടപടിയാണെങ്കിലും ശരി, ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുക്കുകയും ഉദ്യോഗസ്ഥർ അത് വെരിഫൈ ചെയ്യുകയും ഈ പറഞ്ഞ പശ്ചാത്തല പരിശോധന, അതോടൊപ്പം തന്നെ കമ്പനിയുടെ ക്രെഡിബിലിറ്റി, ഇതിന് പിന്നിൽ നിൽക്കുന്ന ആളുകൾ, അവരുടെ ക്രിമിനൽ പശ്ചാത്തലം, അവരുടെ സാമൂഹിക പശ്ചാത്തലം ഒക്കെ വിലയിരുത്തപ്പെടും. പക്ഷേ ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ല. ഉദ്യോഗസ്ഥർ ആരും ഒന്നും പറഞ്ഞില്ല. എല്ലാം നേരിട്ട് നടത്തിയത് അന്നത്തെ കായിക മന്ത്രിയായിരുന്ന അബ്ദുറഹ്മാന്റെ മെയിലിലൂടെ. അപ്പോൾ വീണ്ടും ദുരൂഹത വരികയാണ്. അല്ല, കായിക മന്ത്രി ഇടപെടേണ്ട വിഷയമാണ്, സമ്മതിക്കുന്നു. കാരണം മെസ്സി വരുമ്പോൾ സ്വാഭാവികമായിട്ട് കായിക മന്ത്രി തന്നെ അറിയണം. പക്ഷേ എൻ്റെ സംശയം ഇതല്ല, ഇപ്പം നമ്മൾ ഈ പുല്ലിനെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ തവള തിന്നുന്നു, തവളയെ പാമ്പ് തിന്നുന്നു, പാമ്പിനെ പറവ തിന്നുന്നു എന്ന് പറയും പോലെ ഇതിപ്പോൾ ആരെയാണ് പറ്റിച്ചതെന്നും കൂടെ പിടികിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. മറുവശത്ത് ഒരു വ്യവസ്ഥയുണ്ടല്ലോ, ഇതിനൊരു വ്യവസ്ഥയും ഒരു രീതിയുണ്ടല്ലോ. ആ രീതി പാലിക്കേണ്ട ഒരു സർക്കാർ സംവിധാനത്തിൽ രാവിലെ വന്ന് മുഖ്യമന്ത്രി എടുത്ത് മാന്ത്രികവടി വീശിയല്ലോ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ നിന്ന് ഓരോ സ്റ്റെപ്പായി അറിഞ്ഞിട്ടില്ല. അതെ, അപ്പോൾ അവരറിയിക്കാതെ മന്ത്രി ഇത്തരം ഒരു ഇടപെടൽ നടത്തിയതിന് പിന്നിൽ ദുരൂഹതയുണ്ട്. സ്വാഭാവികമായും അദ്ദേഹം നടത്തിയത് കൃത്യമായി
കൃത്യമായ സത്യപ്രതിജ്ഞാ ലംഘനമാണ്. അതിൽ ഒപ്പം തന്നെയാണ് നമുക്ക് ഈ സർക്കാരിന്റെ ഇന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞൊരു പരാമർശമുണ്ട്. അതായത് സർക്കാർ ഈ സ്പെയിനിൽ പോകാൻ കരാറൊന്നും ആവശ്യമില്ല എന്നുള്ളൂ. മെസ്സിയുമായിട്ടുള്ള, അതായത് മെസ്സിയെ വിളിക്കാൻ പോകുകയാണെന്നും പറഞ്ഞ് ഇവിടുന്ന് കൊട്ടിഘോഷിച്ചിട്ട് സ്പെയിനിൽ പോയിട്ട് ഇന്നും പിണറായി വിജയൻ വന്നിരുന്ന് ഉളുപ്പില്ലാതെ പറയുകയാണ് അതിന് പോകാൻ ഞങ്ങൾക്ക് കരാറൊന്നും ആവശ്യമില്ല എന്നുള്ളത്. എത്ര ബാലിശമാണ് നോക്കുക അദ്ദേഹത്തിന്റെ നിലപാടുകൾ. ഇന്നൊരു ഡാമേജ് കൺട്രോൾ ശ്രമിച്ചെങ്കിലും അത് പൂർണ്ണമായും പാളിപ്പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ക്ഷമാ ചട്ടലംഘനത്തിലടക്കം മറ്റ് ക്രമക്കേടുകളടക്കം ഇപ്പോൾ അന്വേഷണം വരാൻ പോകുകയാണ്. ഈ അന്വേഷണത്തിന് ഒരു ഗൂഢാലോചനയുടെ, അതായത് തുടക്കത്തിൽ തന്നെ നമുക്കിതിലൊരു ഗൂഢാലോചനയുടെ ലക്ഷണങ്ങൾ കാണാൻ കഴിയും. അതാണ് 20 ദിവസം മാത്രം പഴക്കമുള്ള കമ്പനിയുടെയും ഇപ്പോൾ പറഞ്ഞ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന്റെയും ഓഫീസ് അഡ്രസ്സുകൾ പോലും സേവുമായത്, ഒരേ ആളുകൾ ഇതിന് പിന്നിൽ വരുന്നത്, പിന്നീട് വീണ്ടും ഈ പറഞ്ഞതുപോലെ അമീറ ആരാണെന്നുള്ള ചോദ്യവും അവിടെ വരുന്നു. അപ്പോൾ ഒരു വലിയ ബ്രോഡ് സ്പെക്ട്രത്തിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചനയിലേക്ക് അന്വേഷണം പോകുമ്പോൾ ആരൊക്കെ കുടുങ്ങുമെന്നുള്ളത് കാത്തിരുന്ന് കാണാം.